ക്ലൗഡ്സ് ഓഫ് മൗണ്ടൻസ് അഥവാ മേഘമല, മേഘങ്ങളുടെ മുകളിലുള്ള മല. ഈ പേര് പലർക്കും ഇപ്പോൾ പുതുതായിരിക്കും, പലരും കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. സോ മേഘമലയിലേക്കുള്ള ഒരു 3 എപ്പിസോഡിലെ ആദ്യത്തെ എപ്പിസോഡാണ്. സോ ഇത് എന്തായാലും ഒരു റൈഡ് വ്ളോഗാണ്, അധികം വിഷ്വൽസ് ഇല്ല. കാരണം ഞാൻ കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂറോളം ലെങ്ത് വരണുണ്ട്. അത്രയും നേരം നിങ്ങൾ ആരും ഇരുന്ന് കാണില്ല. സോ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചുള്ള ഒരു 3 എപ്പിസോഡായിട്ട് ചുരുക്കിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഒരു റൈഡ് വ്ളോഗാണ്. അതും മേഘമല വരെ എത്തൂല, നമ്മൾ തമിഴ്നാട് വരെ എത്തുള്ളൂ. അതൊക്കെ ഞാൻ വിശേഷങ്ങൾ വഴിയെ പറഞ്ഞു തരാം. സോ നമുക്ക് ഒട്ടും താമസിക്കാതെ വ്ളോഗിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇറ്റ്സ് മീ ഡോണ്ടലസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. സോ ഇത് നമ്മുടെ പഴയ ഫാമിലി തന്നെയാണ്, അതായത് ഗിയർ മെഷീൻസ്. ആ ഗിയർ മെഷീൻസിൻ്റെ അഡ്മിൻസ് മാത്രമായിട്ട് നമ്മളൊരു റൈഡ് പ്ലാൻ ചെയ്തതാണ്. അപ്പം കോമൺലി നമുക്കിപ്പം മൂന്നാർ പോവാം, കൊടൈക്കനാൽ പോവാം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഇട്ടപ്പം ഞാനാണ് പറഞ്ഞത് എന്തുകൊണ്ട് വൈ നോട്ട് മേഘമല. അപ്പം അവർ കൺസിഡർ ചെയ്ത് ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആദ്യം ഇടുക്കിയൊക്കെ പോയിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു ലാസ്റ്റ് ഒരു പ്ലാൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ പ്ലാനായിരുന്നു. അപ്പോഴത്തേക്കും ഞാനൊന്നത് വികസിപ്പിച്ചെന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഇടുക്കി നമ്മൾ വാഗമണ്ണ് എപ്പോഴും പോകണമില്ല. അപ്പം നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങി, അതായത് ഈ മേഘമല എന്ന് പറയുന്നത് തേനി ഡിസ്ട്രിക്റ്റിലാണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് പത്തനംതിട്ട റാന്നി വഴി എരുമേലിയിൽ നിന്ന് കുട്ടിക്കാനത്ത് നിന്ന് കുമിളിയിൽ നിന്ന് താഴോട്ടിറങ്ങി കമ്പം തേനിയിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്താണ് നമ്മൾ മേഘമലയിലോട്ട് പോകുന്നത്. ഈ മേഘമല എന്ന് പറയുന്നത് ഹൈവേസ് മൗണ്ടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഒരു മല തന്നെയാണ്. നമ്മുടെ തേനി ഡിസ്ട്രിക്റ്റിലാണെന്ന് മാത്രം, അതായത് തമിഴ്നാട്ടിൽ. അവിടെ നിന്നാൽ നമ്മുടെ കൊടൈക്കനാലിൻ്റെ ബാക്കൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 3 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും 5 മണിയായി. നമ്മൾ തിരിച്ചു. ഇപ്പോൾ ഒരു വെളുപ്പാങ്കാലം ആയപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ നമ്മൾ എരുമേലി കാടിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ടത്തെ ഐതിഹ്യങ്ങളിലും എല്ലാം ഉള്ള ശബരിമലയുടെ ഗേറ്റ് വേ ആയ എരുമേലിയാണ്. അതായത് നമ്മുടെ എരുമേലി സത്യം പറഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ റാന്നി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എപ്പോഴും ശബരിമല പത്തനംതിട്ട, അതുകൊണ്ട് എരുമേലിയും പത്തനംതിട്ട എന്നുള്ളതല്ലേ. പക്ഷേ എരുമേലി പത്തനംതിട്ടയല്ല, കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. അതൊരു ശബരിമലയ്ക്കുള്ളൊരു ഗേറ്റ് വേ ആണ്. അപ്പം നമ്മൾ ഇതുവഴിയാണ് ഇനി അടുത്ത് മുണ്ടക്കയം കുട്ടിക്കാനം കയറുന്നത്. അതൊരു മുണ്ടക്കയം നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്ന ഒരു റിവറാണ്, അതായത് മണിമല റിവർ. ഇതിൻ്റെ കുറുകെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിവറാണ്, നിങ്ങൾക്കറിയാം മണിമല റിവർ. നമുക്കറിഞ്ഞുകൂടെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്നവർക്കൊരു ജീവിതവുമായി ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ്, അതായത് ഈ നദിയാണ്. അപ്പം എരുമേലി നിങ്ങൾക്കറിയാമല്ലോ, റിലീജിയസ് ആയിട്ട് ഭയങ്കര, അതായത് പുരാണങ്ങളിലെല്ലാം ഭയങ്കര ഐതിഹ്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ ശബരിമലയ്ക്കുള്ള ഗേറ്റ് വേ എന്നും പറയുന്നുണ്ട്. ഈ എരുമേലി എന്ന് പറഞ്ഞാൽ എരുമക്കൊല്ലി എന്നാണ് ഒരു പേര്, അതിൽ നിന്നാണ് റിനൗൺ ചെയ്ത് വന്നത്. അതായത് കിൽഡ് ബഫല്ലോ എന്നാണ്, എന്ന് വെച്ചാൽ എരുമയെ കൊന്ന സ്ഥലം. ഇതിൻ്റെ മിത്ത്, അതായത് ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലോർഡ് അയ്യപ്പ നമ്മുടെ പുലിപ്പാല് കളക്ട് ചെയ്യാൻ പോണ വഴിക്ക് ഇവിടെ വെച്ചാണ് നമ്മുടെ മഹിഷി, അതായത് ബഹല്യയെ കൊന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ എരുമേലിയിൽ നിന്ന് ഒരു പേര് വരാൻ കാരണം. നമ്മുടെ പണ്ട് ഒരുപാട് പുലികളുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം. അയ്യപ്പന്മാർ പണ്ട് എരുമേലി വഴി പോകുമ്പം പുലി പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഉള്ള കഥകൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ചില സിനിമകളിലും അത് മലയാള സിനിമകളിലും വന്നിട്ടുണ്ട്. കലാഭവൻ സാറിൻ്റെ ഒരു സിനിമയിൽ അത് നന്നായിട്ട് പറയുന്നുണ്ട്. സോ അപ്പം നമുക്ക് ആ ഐതിഹ്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മളിത് യാത്ര തുടരുകയാണ് എരുമേലിയിൽ നിന്നും. എരുമേലി വഴി നമ്മൾ ചെന്ന് ഇറങ്ങണം, ഈ കാട്ടിൽ നിന്ന് നേരെ ചെന്ന് ഇറങ്ങണം നമ്മുടെ ഒരു മുണ്ടക്കയം പഞ്ചായത്ത്, അതായത് ടൗണാണ്. അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കുട്ടിക്കാനം നമ്മൾ ഹൈ റേഞ്ച് കയറി തുടങ്ങും. ഈ യാത്രയിൽ നമ്മൾ മൊത്തത്തിൽ സത്യം പറഞ്ഞ ഒരു കൊച്ച് മലക്കയറ്റവും പിന്നെ വീണ്ടും 2 ഹൈ റേഞ്ച്, അതായത് റാന്നിയും കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും താഴെ ഇറങ്ങി എരുമേലി വഴി വീണ്ടും മുകളിലോട്ട് കയറി നല്ലൊരു ഹൈ റേഞ്ച് കയറി വീണ്ടും കുമിളിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ തേനി ഭാഗം, തേനി കമ്പം തേനി, കമ്പം കഴിഞ്ഞാണ് തേനി. അതുവഴി നമ്മൾ നേരെ ചെന്ന് കയറുന്നത്
നമ്മുടെ മേഘമല. പിന്നെ നേരെ പോയാൽ കൊടൈക്കനാൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സേലം എല്ലാം പോവാം. സോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോഴും എരുമേലി വഴി തന്നെയാണ് പോകുന്നത്. പണ്ടത്തെ അത്രയും മൃഗങ്ങളില്ലെങ്കിലും ഇപ്പോഴും മറ്റേ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. രാത്രി ഈ വഴി വരുമ്പോഴൊക്കെ ബൈക്കിൽ വന്ന് ഇട്ടത് തന്നെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. കാരണം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോലും ഇല്ല, കാരണം അത്രയും കാടാണ്. പിന്നെ എത്തി വരുമ്പോഴത്തേക്കും ഒരു നേരമാവും. അതുകൊണ്ട് രാത്രി ഇതുവഴിയുള്ള യാത്ര ബൈക്കിലും കഴിയണത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ എരുമേലി എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞല്ലോ കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട റൂട്ടിലാണ് എരുമേലി വരുന്നത്. ഏകദേശം 43,437 പോപ്പുലേഷൻ ഉണ്ട്, അതായത് ജനസംഖ്യ 43,000 ഉണ്ട് ഏകദേശം. പിന്നെ ഇതൊരു പഞ്ചായത്താണ്, ടൗണൊന്നുമല്ല. ഇത് 15 ആഗസ്റ്റ്, അതായത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് 1953 ഫോം ചെയ്തത്. നമ്മളിപ്പോൾ ഒരു കാഴ്ച കാണാൻ പോവുകയാണ്, ഒരു ദൃശ്യവിസ്മയം. എന്താണ്ട് നമ്മളിങ്ങനെ വെളിച്ചത്തിലോട്ട് കയറി പോകും പോലെ തോന്നിയില്ലേ? നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് മനസ്സിലാവും. സോ വെളിച്ചത്തിൽ നിന്ന് കയറിയിട്ട് പെട്ടെന്നൊരു വണ്ടർലാൻഡിൽ ഇറങ്ങിയ നല്ല ഒരു ഫീല്. കേരളത്തിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഫീല് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാലും നമുക്ക് ഈ റൂട്ട് ഒരിക്കലും മടുക്കൂല, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ ഈ എരുമേലി സൈഡ് അത്രയും ഫോറസ്റ്റാണ്, ഏകദേശം 40% കാടുകളാണ്. പിന്നെ എല്ലാവരും ഫാമേഴ്സുമാണ്, അതായത് കൃഷിക്കാരുമാണ്. ഈ കാഞ്ഞിരപ്പള്ളി അവിടെയുള്ള വലിയ വലിയ മുതലാളിമാരുടെ കൂടുതൽ റബ്ബർ തോട്ടങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ, അതായത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ, ഫാമേഴ്സ്, കൃഷിക്കാരാണ് കൂടുതൽ. റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികൾ. ആന വണ്ടി പോകണുണ്ടല്ലോ ഫ്രണ്ടിൽ നിന്ന്, കയറാൻ പറ്റുമോ? എന്തായാലും നമ്മൾ എരുമേലി എക്സിറ്റ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ വന്നിറങ്ങുന്ന റോഡ് തൊട്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ കുട്ടിക്കാനം റോഡാണ്, നെടുങ്കണ്ടം കുട്ടിക്കാനം അങ്ങോട്ട് പോണ വഴിയാണ്. ഇതിനിടയ്ക്ക് നമുക്ക് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസൊക്കെ ഉണ്ട്, നമ്മുടെ ചാർലിയിലെ ഫേമസ് വെള്ളച്ചാട്ടം. കുട്ടിക്കാനവും ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഇത് കഴിഞ്ഞ എരുമേലി കഴിഞ്ഞാൽ പിന്നെ ഏതോട്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും പിന്നെ ഇടുക്കിയാണ് നമ്മൾ കയറണത് നേരെ സ്ട്രൈറ്റ്. എനിക്ക് തോന്നണത് ആ വി ഷേപ്പ് പോലെ വന്ന് ഇറങ്ങണ റോഡ് തൊട്ട് ഇടുക്കിയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഹൈ റേഞ്ചാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ കാട് വിട്ടിട്ട് കാട് തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു ഹൈ റേഞ്ച് മട്ടാണ്. ഇടുക്കി അങ്ങോട്ട് മോള് കഴിഞ്ഞ് ടോപ്പിലോട്ട് പിന്നെ കുമളി പോണ റോഡിലാണ് നമുക്ക് കൂടുതലും തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ കുറച്ച് കാടിൻ്റെ ആംബിയൻസ് ആണ്, പക്ഷേ നമ്മൾ ഹൈ റേഞ്ച് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെയിലുണ്ടെങ്കിലും വെളുപ്പാൻ കാലം ആയതുകൊണ്ട് ഒരിക്കലും വെയിൽ തോന്നിക്കണേ ഇല്ല. അതായത് ഭയങ്കര തണുപ്പാണ്, നിങ്ങൾ കാണും പോലെയൊന്നുമല്ല. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടേക്കണോണ്ട് കുറവുണ്ട്, അത്ര തുളച്ച് കയറുന്ന തണുപ്പൊന്നുമില്ല. അടിപൊളി കോർണറൊക്കെ ചെയ്ത് എടുക്കാൻ ഭയങ്കര പൊളിയാണ്. സൂക്ഷിക്കണം, പക്ഷേ എന്നാലും അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്, നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാം. ഞാൻ സ്ഥിരം വരുന്ന റൂട്ടാണ്. ഞാൻ ഇടുക്കി എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒരു കണക്കില്ല. കാരണം അത്രയ്ക്കും ഞാൻ പൊന്മുടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞൂടാ, നമുക്ക് പറ്റിയൊരു റൂട്ടും കൂടെയാണ്. ഇപ്പം വയനാടുകാർക്ക് ബന്ദിപ്പൂർ, മസനഗുഡി, ഊട്ടി, തിരിച്ച് ഗുണ്ടൽപേട്ട് വഴി വരും പോലെ നമുക്ക് പറ്റിയൊരു റൂട്ടാണ്. ഒരു 1 ഡേ ട്രിപ്പ് 2 ഡേ ട്രിപ്പ് വരാം. ഞാൻ കൂടുതലും 1 ഡേ ട്രിപ്പാണ് വന്നിട്ടുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. 1 ഡേ ട്രിപ്പ് പോലെ വരാൻ പറ്റും. റൂട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് 2 റൂട്ട് ട്രൈ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. അതാണ് നമുക്ക് കാഴ്ചകൾ കണ്ടൊരു ഭയങ്കര മനസ്സറിഞ്ഞൊരു യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റേ ബോസ് എസ്റ്റേറ്റ്. നമ്മളിവിടെ നിർത്തണില്ല, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഉള്ളൊരു വിഷ്വൽ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബോസ് എസ്റ്റേറ്റ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നൊരു എസ്റ്റേറ്റാണ്. ഈ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്. അല്പം നിർത്തി വിശ്രമിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ കാണാൻ നല്ലൊരു. ഇവിടെ രാവിലെയൊക്കെ വന്നാൽ നല്ല കോടയായിരിക്കും. ഇപ്പോൾ ഇറങ്ങി കുറച്ചേ ഉള്ളൂ, നല്ല രസമായിരിക്കും, നല്ല ക്ലൈമറ്റ് സീസണിലൊക്കെ വന്നാൽ. അപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇടുക്കി എന്ന് വെച്ചാൽ നല്ല മെച്ചപ്പെട്ടത്. അതുവരെ രാജഭരണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൂട്ട് ഞാൻ പറഞ്ഞു. ഇപ്പം സൈഡ് നല്ല കാഴ്ചകളാണ്. സത്യം പറഞ്ഞ ചരിത്രം പറയേണ്ടതല്ലേ, ഈ കാഴ്ച ആസ്വദിക്കുകയാണ് നല്ലത്. കാരണം അത്രയും നല്ല റൂട്ടാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 1 ഡേ ട്രിപ്പായിട്ടോ 2 ദിവസത്തെ ട്രിപ്പായിട്ടോ വരാം. ഞാൻ സജഷൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 4 മണി 5 മണിക്ക് തിരിച്ചാൽ മതി. 1 ഡേ ട്രിപ്പാണെങ്കിൽ ഞാൻ വരേണ്ട വഴി പറഞ്ഞു തരാം. റാന്നി കയറുക, എരുമേലി കയറുക, മുണ്ടക്കയം, കുട്ടിക്കാനം, എന്നിട്ട് നിങ്ങൾക്ക് വാഗമൺ പോകണമെങ്കിൽ ഏലപ്പാറ
വാഗമൺ കയറാം. വാഗമൺ അതായത് ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരുന്തുംപാറയോ പാഞ്ചാലിമേടൊക്കെ വരണ വഴിക്കാണ്. പരുന്തുംപാറ വേണമെങ്കിൽ കുമളി റൂട്ട് കുറച്ച് പോയിട്ട് കണ്ടിട്ട് തിരിച്ച് ഏലപ്പാറ വഴി, ഏലപ്പാറയുള്ള റൂട്ട് കിടിലുമാണ്. ഇപ്പം നമ്മൾ വളഞ്ഞെങ്ങാനും വാട്ടർഫാൾസ് എത്തി സൈഡിൽ കാണാം. പക്ഷേ വെള്ളമൊന്നും അധികം ഇല്ല. സമ്മർ ആവണമുണ്ട്. നമ്മളിത് ജനുവരി ലാസ്റ്റില്ല, ഇപ്പോൾ സമ്മർ ആവാനുള്ള തുടക്കമാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞു. ഇനി മഴയൊക്കെ പെയ്താലും മഴയൊക്കെ വന്നാൽ ഇവിടെ നല്ല കുത്തൊഴുക്കായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏലപ്പാറ വഴി വാഗമൺ ഇറങ്ങി മൊട്ടക്കുന്നും എല്ലാം കണ്ടിട്ട് തിരിച്ച് ഈരാറ്റുപേട്ട വഴി കാഞ്ഞിരപ്പള്ളി വഴി നമുക്ക് തിരിച്ച് റാന്നി ട്രിവാൻഡ്രം കയറാം. ഇല്ലെങ്കിൽ നമുക്ക് കുമളി വഴി തേനി ഇവിടെ ഇറങ്ങാം, കമ്പം തേനി ഇറങ്ങി. പക്ഷേ അതൊരു ദിവസം നിൽക്കേണ്ടി വരും എൻ്റെ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മേഘമലയൊക്കെ കയറണം. ഇല്ലെങ്കിൽ കമ്പം തേനി ഇറങ്ങിയിട്ട് നേരെ തെങ്കാശി വരാം. തെങ്കാശി വന്ന് അതുവഴി തെന്മല പാലരുവി ആ റൂട്ടുണ്ടല്ലോ. തെന്മല പാലരുവി വേണ്ട, നമ്മൾ തിരിച്ച് പാലോട് വഴി തിരിച്ച് വരണം. ആ റൂട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ റൂട്ട് പറഞ്ഞെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തിയൊക്കെയാണ്. നമ്മുടെ കുട്ടിക്കാനം ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലമാണ്. അതായത് എൻ്റെ വീട് കഴിഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ഹോം ഉണ്ടെങ്കിൽ അത് ഇടുക്കിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്ഥലം വന്നതിന് കൈയും കണക്കൊന്നുമില്ല. നിങ്ങൾ നേരത്തെ കണ്ട വിഷ്വൽ ഞാൻ 3 ടൺ ഉണ്ടായിരുന്നപ്പോൾ വന്ന വിഷ്വലാണ് ബോസ് എസ്റ്റേറ്റിലുള്ള. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയാലാണ് ഏലപ്പാറ വാഗമണ്ണ്, നമ്മൾ റൈറ്റിലോട്ട് പോയാൽ കുമളി. ഈ മേഘമല പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കുമളിയിലോട്ട് പോണ വഴിക്കുള്ളൊരു സ്ഥലത്ത് നിർത്തിയൊക്കെയാണ്. ഇവിടെ നല്ല വ്യൂ ആണ് തേയിലത്തോട്ടത്തിൻ്റെ. ഈ കുട്ടിക്കാനം കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് തേയിലത്തോട്ടത്തിൻ്റെ. ഭയങ്കര വലിയ വ്യൂ ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഓടിക്കാം. ഭയങ്കര ഒരു മനം മടുക്കൂലോ, നല്ലൊരു ഹീലുള്ള റൂട്ടാണ്. അപ്പോൾ ഇതുവഴി ഞാൻ പറഞ്ഞ പോലെ മേഘമല പോകണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. ഒരു ദിവസം മേഘമല സ്റ്റേ എടുക്കത്തൊക്കെ വരണം. ഇല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടക്കും. പിന്നെ നിങ്ങൾക്ക് ഈ മേഘമല കയറാതെ തന്നെ തെങ്കാശി വഴി വരണം. അത് 1 ഡേ ഇല്ല, വേണമെങ്കിൽ 2 ഡേ ആയിട്ടും വേണമെങ്കിൽ തേക്കടിയിലൊക്കെ ഒരു സ്റ്റേ എടുത്തിട്ട് നമുക്ക് 2 ഡേ ആക്കാം. അതുപോലെ വാഗമൺ പോകുമ്പോൾ വാഗമൺ സ്റ്റേ എടുത്തിട്ട് ഒരു 2 ഡേ ആക്കാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ്. പക്ഷേ ഈ മസനഗുഡി, ബന്ദിപ്പൂർ, ഊട്ടി, ഗുണ്ടൽപേട്ട്, വീണ്ടും വയനാടെന്ന് പറയും പോലെ ഏറ്റവും നല്ല റൂട്ടാണ് ഞാൻ പറഞ്ഞ പോലെ എരുമേലി, കുട്ടിക്കാനം, ഏലപ്പാറ, വാഗമൺ ഓർ കുമിളി, തെങ്കാശി, തെന്മല. നിങ്ങൾക്ക് ഓരോരോ ടെറൈൻസിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഈ ഇടുക്കി റീജിയനൊക്കെ 16th സെഞ്ച്വറി വരെയും ചങ്ങനാശ്ശേരി രാജഭരണ കീഴിലായിരുന്നു. അപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ വലിയ വളർച്ചയൊന്നുമില്ല. പിന്നെ 1756 നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ് ഈ പ്ലേസ് കോങ്കർ ചെയ്ത് പിടിക്കുന്നത്, അതായത് യുദ്ധം ചെയ്ത് അവരുടെ കീഴാക്കുന്നത്. പിന്നെ ഒരു മിഷണറി, നമ്മുടെ CMS മിഷണറി ഹെൻറി ബേക്കർ ഇവിടെ വന്ന് നമ്മുടെ ടീ പ്ലാന്റേഷൻസൊക്കെ തുടങ്ങിയാണ്. അത് നമ്മുടെ ശ്രീമൂലം തിരുനാളിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ബ്രിട്ടീഷ് കാലത്താണ് കുട്ടിക്കാനവും ഈ ഇടുക്കിയൊക്കെ ഒന്ന് ഒരു റിസോർട്ടിലായാലും, അതായത് ടൂറിസത്തിലായാലും ടീ പ്ലാന്റേഷൻസ് ഒരു വളർച്ച വയ്ക്കുന്നത് സത്യം പറയാൻ. അപ്പം നമ്മൾ ഈ താഴെ കുമളിയിലോട്ട് ഇറങ്ങണ വഴിക്കുള്ള ഒരു പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇത് മൂലമറ്റത്തുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു കറണ്ടും പിന്നെ തമിഴ്നാട്ടിലോട്ട് വെള്ളവും കൊണ്ടുപോകാനുള്ള ഇതാണ്. പിന്നെ നമ്മളിനി താഴോട്ട് കാണുന്ന ആ പരന്ന സ്ഥലം തമിഴ്നാടാണ്. ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഏകദേശം 10 മിനിറ്റിൽ കൂടുതലായി. ഞാൻ പറഞ്ഞല്ലോ റൈഡ് വ്ളോഗാണ്. കൂടുതൽ നീട്ടി കൊണ്ടുപോയ മേഘമലയെല്ലാം കാണിക്കണമെന്ന് വെച്ചാൽ നീണ്ടുപോകും. സോ നിങ്ങളിപ്പോൾ താഴെ കാണുന്നത് തമിഴ്നാടാണ്. ആ തമിഴ്നാടിൽ നിന്ന് മേഘമല വരെ പോകുന്നതാണ് അടുത്ത എപ്പിസോഡ്. മേഘമലയിലുള്ള കുറച്ച് കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മൾ വളഞ്ഞ് ഇങ്ങനെ താഴോട്ട് പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടിക്കാനത്തോട്ട് സ്പീഡിലാണ് കയറുന്നത്. പക്ഷേ പിന്നെ നമ്മൾ പയ്യെ പെട്ടെന്ന് ഇറങ്ങും. തമിഴ്നാട്ടിലോട്ട് ഇറങ്ങണം, നല്ല വലിയ വളവുകൾ വളഞ്ഞ് പെട്ടെന്ന് ഇറങ്ങും. അത് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ അങ്ങ് കാണുന്ന പരന്ന ഭൂമിയാണ് നമ്മുടെ തേനി, കമ്പം, തമിഴ്നാട്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലോട്ട് നമ്മൾ ഇറങ്ങിയാണ്. നല്ല വളഞ്ഞ് പെട്ടെന്നാണ് ഇറങ്ങണത്. ഇടുക്കി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മർ പാലസ് ആയിരുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്കൊരു സമ്മർ, അതായത് സമ്മർ പാലസ് പോലെ അവർ
വന്ന സ്ഥലങ്ങളായിരുന്നു. അവിടെ ചൂട് വരുമ്പോൾ ഇവിടെ നമ്മൾ എൻജോയ് ചെയ്യാൻ വരില്ലേ, നമ്മളെപ്പോലെ തന്നെ അവരും പണ്ട് എൻജോയ് ചെയ്ത് നടന്നത് ഹിൽ സ്റ്റേഷനുകളിലാണല്ലോ. അതിൻ്റേതായ ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ ഇപ്പം റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ നമ്മളെ യാത്ര തീരെയാണ്, നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയാണ്. സോ ഈ വീഡിയോ ഒരു റൈഡ് വീഡിയോ ആണ്, അധികം വിഷ്വൽസ് ഒന്നുമില്ല, കൂടുതൽ റൈഡ് വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, ഞാൻ ശ്രമിക്കാം. നമ്മൾ വീണ്ടും ആ പെൻസ്റ്റോക്ക് പൈപ്പ് കാണുകയാണ്. അത് നമ്മൾ 3-4 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരുമ്പോൾ കാണും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, മാറ്റങ്ങൾ വരുത്താം. സോ അപ്പോൾ അടുത്തൊരു മേഘമല സീരീസ് വരണമായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. സീ യു സൂൺ ആൻഡ് ബൈ.